ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. നമുക്ക് ഏതായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഇതെന്താണ് സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ ചിത്രം വരക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടാബാണ്. ഇതിൻ്റെ ഒന്നിച്ചൊരു പെന്നും കിട്ടും. ഇതാണ് നമ്മുടെ സാധനം. തൽക്കാലം സൈഡിലോട്ട് വെക്കാം. ഇതാണ് നമ്മുടെ പെന്ന്. ഈ പെന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചാർജ് ചെയ്യണ്ട. പിന്നെ ഇതിൻ്റെ ഒന്നിച്ച് കുറച്ച് നിബ്ബൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നിച്ച് ഇത് കണക്ട് ചെയ്യേണ്ട ഒരു കേബിളും തന്നിട്ടുണ്ട്, ഒരു അഡാപ്റ്ററും. ഇതിൻ്റെ ആവശ്യം വരുന്നു തോന്നുന്നില്ല നമുക്ക്, ബട്ട് സ്റ്റിൽ ഗുഡ് ടു ഹാവ്. ഇതാണ് നമ്മുടെ സാധനം. സോ ബേസിക്കലി എന്താ നടക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ പെന്നെടുക്കുന്നു, ഇവിടെ വരക്കുന്നു, അവിടെ വരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ വിചാരിച്ച പോലല്ല കേട്ടോ, ഒട്ടും കനമില്ല. ഞാൻ ഇതിൽ എന്തെങ്കിലും വരച്ച് ട്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേക്ക് അത് അടിപൊളി സാധനം കേട്ടോ. ഞാനിങ്ങനെ വെറുതെ ഒന്ന് വരച്ച് നോക്കിയതാണ് ഇപ്പോൾ കണ്ട ഫോട്ടോ. ഞാൻ സ്ക്രാച്ചിലേ ഉള്ള വീഡിയോ എടുത്തില്ല. ഞാൻ കുറച്ചായപ്പോഴാണ് വിചാരിച്ചത് ഇതിൻ്റെ ഒരു ഇതെടുത്ത് വെക്കാമെന്ന്. അങ്ങനെയാണ് ഞാനത് എടുത്തത്. നല്ല സാധനം. ഇനിയിപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ്. ഇനി ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പ്രോഗ്രസ് ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ ഞാനിതൊരു ഇമ്പൾസീവ് പർച്ചേസ് ആയിരുന്നു ഇത്. ആക്ച്വലി എന്താ പറയുക, ഓഫർ വന്നപ്പോൾ അവരെനിക്കിത് സജസ്റ്റ് ചെയ്തു. പണ്ടേ ഞാനിങ്ങനെ ഈ പണിയൊക്കെ എടുത്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഉള്ളൊരാഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്ന്. അത് ഇപ്പം അതിനെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെ പണ്ടേ ഉള്ളൊരാഗ്രഹം ആയതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു വാങ്ങിയേക്കാണ്. ഇങ്ങനത്തെ ഓരോരോ കാരണത്തിലാണല്ലോ എല്ലാവരും ജീവിച്ചു പോണത്. സോ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ ഞാനൊരു ഷൂവും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നിച്ച്. അത് ലാഭത്തിന് കിട്ടിയോണ്ട് അപ്പോൾ അതും വന്നു. അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടിയൊക്കെ പപ്പടവട പോലെ ആക്കിയിട്ടാണ് തന്നത്. പക്ഷെ ഷൂവിന് ഡാമേജ് ഒന്നും ഇല്ലാണ്ട് തന്നാൽ മതിയായിരുന്നു. ഇത് ചുളുവിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പിന്നെ എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഇതല്ല, ആ കോൺവേഴ്സ് ഇല്ലേ ബ്രാൻഡ്, അതിൻ്റെ ഒന്ന് വാങ്ങണമെന്ന്. പക്ഷേ അത് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇപ്പം എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇത് കണ്ടപ്പോൾ ലാഭത്തിന് ഇത് വാങ്ങാമെന്ന്. ഈ ചുളുവിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, പിന്നെ എനിക്കൊരു സാധനം ഇങ്ങനെ ചുളുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം പറഞ്ഞു ഫ്രീ ആയിട്ട് കിട്ടിയതെന്ന്. ഞാൻ പറഞ്ഞു അല്ല, ഫ്രീ അല്ല, കുറച്ച് പൈസ കുറഞ്ഞിങ്ങനെ ഓഫറിന് കിട്ടിയതാണ്. അപ്പോൾ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ അതിന് ചുളുവിന് കിട്ടിയെന്ന് പറഞ്ഞോളൂ. ഈ ചുളുവിന് കിട്ടിയെന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയതിനാണ് ഈ ചുളുവിന് കിട്ടിയെന്ന് പറയാമെന്ന്. അതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ശരിക്കും അങ്ങനെയാണോ അതിൻ്റെ ഇത്? സോ അങ്ങനെയാണെങ്കിൽ ഇതെനിക്ക് ചുളുവിന് കിട്ടിയതല്ല കേട്ടോ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അതൊന്ന് പറയണമെന്ന് തോന്നി. പിന്നെ എന്താ വേറെ വിശേഷം എന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് ഇങ്ങനെ വലിയ സുഖമൊന്നുമില്ല. ആരോഗ്യം ചെറിയ പനി വരുന്ന പോലെയും അങ്ങനെയായിട്ട് എന്താ പറയുക, മൊത്തത്തിലൊരു മ്ലാനതയാണ്. എന്നിട്ട് ഇന്ന് ഞാൻ ഓഫീസിലൊന്നും പോകണമെന്ന് വിചാരിച്ചതല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ലീവും കുറവാണ്. പിന്നെ ഇന്ന് സാറ്റർഡേ ആണ്. പിന്നെ അത് കൂടാതെ ഇന്ന് കാര്യമായിട്ട് വലിയ അധികം തല ചൂടാവണ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഏതായാലും പോയേക്കാം, ഒരു ലീവ് വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് പോയി. പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് വന്നു. സോ ഇപ്പോൾ കുറച്ച് ബെറ്ററായി. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും വന്ന് കഴിച്ച് കടന്നുറങ്ങിയിട്ട് നാളത്തേക്ക് കുറച്ച് ബെറ്റർ ആയാൽ മതിയായിരുന്നു. അപ്പോൾ പറ്റുവാണെങ്കിൽ നാളെ ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിക്കുക. മഴയൊന്നും ഇല്ലെങ്കിൽ നോക്കിയിട്ട് പോവാം. അപ്പോൾ അതിൻ്റെയും കുറച്ച് ഞാൻ വിഷ്വൽസൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, ഷൂ കൊള്ളാം, നല്ല രസമുണ്ട്. ഞാൻ ഇത്ര കംഫർട്ടബിൾ ആയിക്കുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ അത്രയും എൻ്റെ അടുത്ത് നല്ല ഷൂസ് വേറെ ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഇതിടുമ്പോൾ വലിയ ഇതുണ്ടാവില്ല എന്ന്. പക്ഷെ ഇത് കൊള്ളാം, നല്ല കംഫർട്ടബിൾ ആണ്. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോൾ ഓഫീസിലാണുള്ളത്. ഇവിടെ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് മേലൊക്കെ കറങ്ങിയിട്ട് വരാമെന്ന്. പിന്നെ ഇത് ഇവിടുത്തെ മൈക്കാണ്. ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണേ. ഇതിലാകുമ്പോൾ കുറേ കൂടി നല്ല രീതിയിൽ സൗണ്ട് വരും. ഇതിന് ഏകദേശം 10,000 എന്തോ വിലയുണ്ട്. ഇവിടെ നല്ല രസമാണ് മേലെ. ഐ ഷോ യു, വെയിറ്റ്. ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്നത് എയർഫോഴ്സ് ക്യാമ്പാട്ടോ.
അത് ഇവിടുന്ന് കാണും. പിന്നെ ഇവിടുന്നാണ് ഞാൻ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാറ്. അവിടെയൊക്കെ ഇടയ്ക്ക് ഞാൻ പോയി ഇരിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അവിടെ പോയി ഞാൻ എന്താ പറയുക ഗെയിമൊക്കെ കളിക്കും. പക്ഷേ അങ്ങനെ സമയം കിട്ടാറില്ല. മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ എനിക്ക് പണി ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ആകെ അത്ര പോലെ ആൾക്കാരില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് പണി ഉണ്ടാവും. സോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് വരാറുണ്ട്. ഇത് ടേബിൾ ടെന്നീസ്, ഇത് ഫുട്ബോൾ. ഇതിൻ്റെ ഇപ്പുറമൊക്കെ ബിൽഡിങ്സ് ആണ്, അപ്പാർട്ട്മെൻറ്റ്സ്. ഇവിടെയൊക്കെ കുറേ ഉണ്ട്, പക്ഷെ എല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും തോന്നുന്നു. അവിടെയാണ് റോഡ്. ഇവിടെ വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. പിന്നെ ഒക്കെ അൺഹെൽത്തി ആണ് ഓഫ്കോഴ്സ്. ഇവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. ഇവിടെ എന്തൊക്കെയോ കിട്ടും, ചിക്കൻ കറി, ചോറ്, പരിപ്പ് കറി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടും. പക്ഷേ ഞാൻ മെയിൻലി എപ്പോഴും ഒരു റൈസും ഈ വെജ് കറിയാണ് വാങ്ങാറ്. അല്ലാത്ത ദിവസം പിന്നെ അപ്പുറത്തൊരു പഞ്ചാബിയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോയി എന്തേലും. ഇന്നിപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ബിരിയാണി വാങ്ങി. അത് കണക്ക് ഓരോ ദിവസം ഓരോന്ന് വാങ്ങും. എനിക്ക് നാളെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ലീവാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും പോയാലോ, എന്തേലും ബാംഗ്ലൂരൊക്കെ ഒന്ന് കണ്ടാലോ എന്നൊക്കെ ഉണ്ട്. വലിയ ഫാൻസി ആയിട്ടൊന്നല്ല, പക്ഷേ ഞാനിങ്ങനെ കാര്യമായിട്ട് എവിടെയും പോയിട്ടില്ല ബാംഗ്ലൂർ വന്നിട്ടും. അതായത് ആകെ കുറച്ച് ഈ കബ്ബൻ പാർക്കും ഞാൻ സാധാരണ മുമ്പൊക്കെ പോയിട്ടുണ്ടായ സ്ഥലത്തും അങ്ങനെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഞാൻ പോയിട്ടും കണ്ടിട്ടുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയാലോ എന്നൊക്കെ വെച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ ആകെ കിട്ടുന്ന സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിക്കും റൂമിൽ തന്നെ കിടക്കാം, ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ ഇരിക്കാതെ. അപ്പോൾ നാളെ ഇപ്പോൾ ഒരു ഏകദേശം എക്സ്ട്രാ കിട്ടണോണ്ട് എന്താ പറയുക, എവിടെയെങ്കിലും വേണമെങ്കിൽ ഒന്ന് പോയിട്ടൊക്കെ വരാമല്ലോ. എന്നിട്ട് വേണമെങ്കിൽ അതായത് മറ്റന്നാൾ സൺഡേ റെസ്റ്റ് ചെയ്യാമല്ലോ. ഞാനങ്ങനെ വിചാരിക്കുന്നുണ്ട്, അറിയില്ല, നോക്കിയിട്ട് ചെയ്യാം. പിന്നെ വീഡിയോ എടുക്കലാണ് കുറച്ച് ടാസ്ക്. ഇപ്പം എൻ്റെ അടുത്ത് ഗോപ്രോ ഇല്ല, അതായിട്ട് നാട്ടിലോട്ട് കൊണ്ടുപോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കാൻ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. ഇങ്ങനെ ഇത് കുറച്ചുകൂടി കുറച്ച് ഓക്വേർഡായിട്ടാണ് എനിക്ക് തോന്നാറ് ഫോണിൽ വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ മേലെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ജോളിയായിട്ട് വീഡിയോ എടുക്കണേ. സോ ആ ഒരു ഇഷ്യൂ ഉണ്ട്. അതാണെങ്കിൽ കുറച്ചുകൂടി രസമായിരുന്നു. അതാകുമ്പോൾ കുഞ്ഞതൊക്കെ ആയതുകൊണ്ടും പിന്നെ അങ്ങനെ അധികാരം നോട്ടീസൊന്നും ചെയ്യില്ല. നോട്ടീസ് ചെയ്യും, പക്ഷെ കുറച്ചുകൂടി ഇങ്ങനെ ക്യാമറയിൽ നമ്മിങ്ങനെ ഫോണിൽ എനിക്കെന്തോ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഫോണിൽ ഇങ്ങനെ എടുക്കണതിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടി സുഖം അത് ഫേസ് ചെയ്യാനാണ്. അതുകൊണ്ട് അതില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വീഡിയോ എടുക്കണമെങ്കിൽ. പക്ഷേ എന്തായാലും ഇങ്ങനെ ടോക്കിംഗ് ഹെഡ് വീഡിയോ ഒന്നും പുറത്ത് പോകുമ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞ പോലെ കുറച്ച് ഓക്കോടാവണോണ്ടും ഇതായതുകൊണ്ട്. പിന്നെ അതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി ഒന്നും അത്ര നല്ലതല്ല. പിന്നെ ഇങ്ങനത്തെ മൈക്കൊന്നും അതിൽ കണക്ട് ചെയ്യാനും പറ്റില്ല. എൻ്റെ അടുത്തില്ല മൈക്കില്ലേ, അതിങ്ങനെ ഫോണിലും എന്താ പറയുക കമ്പ്യൂട്ടറിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാനേ പറ്റും, അതിന് കണക്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെത് ഗോപ്രോ ആയതുകൊണ്ട്. ഈ ഗോപ്രോനെ പോലെ തന്നെ വേറൊരു സാധനമുണ്ട് DJI. അപ്പോൾ അതാ വാങ്ങിയിരുന്നെങ്കിൽ അതിൽ കണക്ട് ചെയ്യായിരുന്നു. ബട്ട് പണ്ട് തൊട്ടേ എൻ്റെ ആഗ്രഹം ഗോപ്രോ വാങ്ങണമെന്നായിരുന്നു. അതുകൊണ്ട് ആണ് ഞാനത് വാങ്ങിയത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് വാങ്ങുമ്പോൾ സെറ്റാക്കണം അങ്ങനെ വിചാരിക്കാം. പിന്നെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എനിക്ക്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, പബ്ലിക്കിൽ ആളെടുക്കലും പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ വർത്താനം പറയലൊക്കെ കുറച്ച് സത്യം പറഞ്ഞാൽ ഓക്കോർഡും ഒക്കെ ആണ്. ഞാൻ പിന്നെ ഇതിങ്ങനെ ഒരു രസത്തിന് ഒരു മെമ്മറി ആയിട്ട് ഇരിക്കല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പം ചെയ്യണം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ. അല്ലാതെ ഞാനിങ്ങനെ എന്താ പറയുക വലിയ യൂട്യൂബർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നല്ല സത്യം പറഞ്ഞാൽ. സോ ഇപ്പം ഏതായാലും ഇന്നിപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചോണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അവിടെ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും മേലേക്ക് വരാം. അപ്പം മേലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ മൈക്ക് ഉണ്ടല്ലോ ഏതായാലും ഇവിടെ, അതുകൂടി എടുക്കാം. വെറുതെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ തോന്നി ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെയാണ് പരിപാടി. പിന്നെ നിങ്ങൾക്ക് എന്താ ഓണത്തിന് നാട്ടിൽ പരിപാടി? ഫുള്ള് ബിസി ആയിക്കല്ലോ. ഞാൻ ഇപ്രാവശ്യം നാട്ടിലേക്ക് ഇല്ല ഓണത്തിന്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, ഒന്നാകെ ലീവില്ല. പിന്നെ ലീവൊക്കെ എടുത്ത് വരണയാണെങ്കിൽ തന്നെ ബസ്സിനും മൊത്തത്തിൽ നോക്കിയാൽ ചിലവ് വല്ലാണ്ടാവും. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇപ്രാവശ്യം വരണ്ടാന്ന്, അടുത്ത പ്രാവശ്യം നോക്കിയിട്ട് വരാമെന്ന്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ലീവില്ല ഒന്നാകെ, കഴിഞ്ഞ മാസം എടുത്തതുകൊണ്ട്. പിന്നെ
അഥവാ എടുക്കണമെങ്കിൽ തന്നെ എൻ്റെ ആ ദിവസത്തെ പൈസ കട്ട് ചെയ്യും. അപ്പോൾ അതും അല്ല, പിന്നെ എനിക്കിങ്ങനെ ലീവ് അപ്രൂവ് ചെയ്ത് തരുവും വേണം. അതിനും ചാൻസ് കുറച്ച് കുറവാണ്. എന്താന്ന് വെച്ചാൽ പിന്നെ പണിയൊക്കെ കുറേ ഉണ്ടാവുമല്ലോ. ആ ഒരു കാരണമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയല്ലോ മുടക്കങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം നോക്കാമെന്ന്. നിങ്ങളവിടെ അടിച്ചു പൊളിക്ക്. പിന്നെ ഇവിടെ കാര്യമായിട്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇങ്ങനെ പോണു. ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഞാനിപ്പോൾ ഒരു സിനിമ കാണാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ, സിയാ. തിയേറ്ററൊക്കെ മൊത്തം കാര്യ, ആരുമില്ലേ. സിനിമയൊക്കെ കണ്ടിയാ നേരത്തെ എത്തി. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ വന്നപ്പാടെ എന്തൊക്കെയോ ചെറിയ ചെറിയ പരിപാടിയിലായിപ്പോയി. ഇവിടെ ബാൽക്കണിയിൽ പ്രാവ് കൂട് കൂട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പ്രാവിനൊക്കെ ഒന്ന് അതേതായാലും അതിൻ്റെ കുഞ്ഞൊക്കെ വിരിഞ്ഞ് മുട്ടയൊക്കെ വലുതായി. മുട്ടേന്ന് വിരിഞ്ഞ് കുഞ്ഞൊക്കെ വലുതായി. പിന്നെ അതിപ്പോൾ പാറിപ്പോവാനുള്ള ലെവലിലെത്തി. എന്നിട്ട് അവരിവിടെ വിട്ട് പോകണില്ല. പിന്നെ അവിടെ മൊത്തം അവരെ എന്താ പറയുക, പൂപ്പ്, അതായത് കാഷ്ടം അങ്ങനെ കൊണ്ട് നിറഞ്ഞ് ആകെ മൊത്തം വൃത്തികേടായി കിടക്കുക. സോ ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്ന്. എന്നിട്ട് അതൊക്കെ ചെയ്തു, ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. സോ അതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ഞാൻ ഇന്ന് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയും പോയില്ല. സോ ഞാൻ നാളെ എന്തായാലും പുറത്ത് പോവാം. ഇന്ന് പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകാന്നൊക്കെ വിചാരിച്ച, പിന്നെ എന്തായാലും പിന്നെ ആദ്യം ദൂരത്തായതുകൊണ്ട് സ്കൂട്ടി എടുത്ത് പോകാൻ കഴിയില്ല. അപ്പോൾ ബസ്സിന് പോകണമെങ്കിൽ ബസ് സ്റ്റോപ്പിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഇന്ന് ഓൾറെഡി ഞാൻ എന്താ പറയുക സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയില്ലേ. പിന്നെ അത് ആദ്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു ബോറായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാളെ പോവാമെന്ന്. സോ ഇവിടെ തന്നെ വന്ന് കിടക്കും, അതാ പ്രശ്നം. ഇതൊക്കെ കണ്ടോ, ഫുള്ള് വൃത്തികേടാക്കിയിട്ടിട്ട്. എന്നിട്ട് ഞാനിവിടെ കുറച്ച് മെയിനായിട്ട് അവർ പറഞ്ഞു വരുന്ന സ്ഥലത്തൊക്കെ കുറച്ച് ഇതും എന്താ പറയുക, ഇവര് ഉണ്ടായെടുത്ത് ഞാനിങ്ങനെ മുമ്പുണ്ടായതും ഒരു കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ച് വ്യത്യാസം വന്നായില്ലേ. പിന്നെ ഇങ്ങനെ 2-3 ഇതൊക്കെ. സോ അതാണ് അപ്ഡേറ്റ്. ഇവിടെ സിനിമയൊക്കെ കണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ലസ്സി കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി. എന്നിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല, നോക്കാം. ഇത് നല്ലതാണ്, ഞാൻ കുടിക്കാറുണ്ട്. ഞാൻ പിന്നെ ഒരു 10 വാങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. ഹലോ, ഞാനൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഞാൻ ഇന്ന് വിചാരിച്ചില്ലേ പുറത്ത് പോകാന്നൊക്കെ. എന്നിട്ട് ഞാൻ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കടന്നുറങ്ങിയിട്ട് പിന്നെ സമാധാനത്തിൽ പോവാന്ന്. അപ്പോൾ ഉറങ്ങിയപ്പോൾ കുറച്ചധികം ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഏകദേശം 5 മണി ആവാനായി. പക്ഷേ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും ഒന്ന് പുറത്ത് പോയിട്ട് തന്നെ ബാക്കി കാര്യമെന്ന്. അതുകൊണ്ട് പോവാ. സോ നമുക്ക് ഏതായാലും പോയിട്ട് വരാം, എവിടെയെങ്കിലും ഒന്ന് വെറുതെ കറങ്ങിയിട്ട് വരാം. ഞാൻ മൈക്ക് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സാഹചര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഇപ്പോൾ ഇതാ മഴയൊക്കെ പാറണ പോലെയുണ്ട്. ഇനി മഴ പെയ്താൽ പണി പാലും വെള്ളത്തിൽ കിട്ടുകയും ചെയ്യും. നോക്കാം. ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരട്ടെ. അവിടെ തന്നെ ഇരുന്ന് എന്താണെന്നറിയില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ട്, പക്ഷേ പോകാൻ പറ്റുന്നില്ല. എപ്പം ഇങ്ങനെ ടൈം വരുമ്പോൾ സമയത്ത് എന്തേലും കാരണത്തിൽ വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നും, അല്ലെങ്കിൽ മടി, അല്ലെങ്കിൽ എന്തേലും കാരണം ഉണ്ടാവും. ഇതേ കണക്ക് മഴ, അതുകൊണ്ട് പോവില്ല. പിന്നെ ഏതായാലും പുറത്തിറങ്ങി എവിടെയെങ്കിലും ഒന്ന് കുറച്ചു നേരം കറങ്ങിയിട്ട് വരാം. ഇനി ഞാൻ അങ്ങനെ ഇവിടെ എത്തി. മെട്രോയിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഇതേ ഞാനിവിടെ എത്തി. ഇവിടെ അവിടുത്തെ പോലെയാണല്ലോ കേട്ടോ, നടക്കാൻ സ്ഥലമുണ്ട്, വൃത്തിയുണ്ട്, മനാരും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ എങ്ങോട്ടാ പോണെന്നൊക്കെ വലിയ വൃത്തിയില്ല. ഞാൻ ഇങ്ങനെ ഇറങ്ങി അങ്ങ് നടക്കുക.
ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കണേക്കാട്ടും എത്രയോ നല്ലതാണ് വെറുതെ വന്നിട്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് നടക്കണത്. എനിക്ക് ഇപ്പോഴും വലിയ പിടിയില്ല ഞാൻ എങ്ങോട്ടേക്കാ പോണേന്ന്. നോക്കാം. ബാംഗ്ലൂരിന്റെ പോഷ് ആയിട്ടുള്ള ഏരിയ ആണ്, അതായത് ഏറ്റവും കൂടുതൽ പൈസക്കാരും ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള സ്ഥലമായത്. ആകെയുള്ള ഒരു കൺസേൺ എന്താന്ന് വെച്ചാ ഫോണിലെ ചാർജ് തീർന്നൂടാ. ഫോണിലെ ചാർജ് തീർന്നു ഞാൻ ഇവിടെ കൊടുക്കും. 100 രൂപ എന്തോ ഉണ്ട് തോന്നണം കയ്യില്, പക്ഷെ അതുകൊണ്ടൊന്നും റൂമിലെത്താൻ പറ്റില്ല. അതുകൊണ്ട് ചാർജ് തീർന്നാ ഇതാവും. ഇപ്പൊ ഫോണിൽ വീഡിയോ എടുക്കണതിന്റെ ഒരു പ്രശ്നം അതാണ്, പെട്ടെന്ന് ചാർജും തീരുമല്ലോ. പിന്നെ എന്റെ ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് ഒക്കെ കുറെ വീക്കായി, അതുകൊണ്ട് കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സാഡ് അല്ലേ? കാണുന്ന കുട കണ്ടോ, അത് ഞാൻ ഉണ്ടാക്കിയതാ. അതൊക്കെ ഇവിടെ എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട് അവര്. ഇതിന്റെ കൂടെ വേറെയും കുറെ നോ പാർക്കിംഗ് ബോർഡും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ എവിടെയും കാണാൻ കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇങ്ങനെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തതാ. അരാക്കും ഇല്ലേ, അവിടെ ഞാൻ മുമ്പ് വന്നിട്ട് കോഫി കുടിച്ചിട്ടുണ്ട് എന്റെ ഫൗണ്ടേഴ്സിന്റെ ഒന്നിച്ച്. പറഞ്ഞില്ലേ ഒരു നോ പാർക്കിംഗ് ബോർഡ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന്, അതാണ് ഫൈനലി കണ്ടു. ഈ കാണുന്ന കോർണർ ഹൗസ് ഇല്ലേ, ഇവിടെ നല്ല എന്താ പറയാ ഇങ്ങനെ ചോക്ലേറ്റ്സും ഐസ്ക്രീംസും ഒക്കെ കിട്ടും. എനിക്ക് ഏതായാലും വിശക്കണുണ്ട്, ഞാൻ പോയി ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങി കഴിച്ചാലോ എന്ന് വിചാരിക്കാം. ഐസ്ക്രീം കഴിച്ചു, അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നല്ല അവരിങ്ങനെ എന്താ പറയാ മെയിൻ സാധനം, വേറെ എന്തൊക്കെയോ ഉണ്ട് എല്ലാരും റെക്കമെൻഡ് ചെയ്യണേ. പിന്നെ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫുള്ള് കഴിക്കാൻ പറ്റൂലോ ഇല്ലയോ എന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫുള്ള് വലിയത് വാങ്ങാൻ. ഞാൻ സാധനം നോക്ക്, ഇപ്പം പച്ച കളറുള്ളത് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നോ, എന്ത് രസമായിരുന്നു അറിയോ. പൈസ ഉണ്ടാക്കണം കുറെ, പക്ഷെ ഈ പണിയൊക്കെ എടുത്തിട്ട് അങ്ങനത്തെ ഒരു കാറ് വാങ്ങണമെങ്കിൽ 200 കൊല്ലം പണിയെടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു കുറച്ചു നേരം കൂടി നടന്നിട്ട് തിരിച്ച് റൂമിലോട്ട് തന്നെ പോവാന്ന്. ഞാൻ മൈക്കൂരി വെച്ചപ്പോഴാണ് ആ വണ്ടി കണ്ടത്. അത് ട്രാഫിക്കിൽ ഇവിടെ കുടുങ്ങി കിടക്ക. ഞാൻ പോകുമ്പോ ഒന്നും കൂടി കാണിച്ചു തരാം വൃത്തിക്ക്. വാ, അങ്ങനെ ഫൈനലി റൂമിൻ്റെ അടുത്ത് എത്താനായി. ഞാൻ വരുമ്പോൾ കുറച്ച് കബാബും വാങ്ങിയിട്ടുണ്ട്. ഉച്ചക്ക് വേറെ ഒന്നും കറിയില്ല. ഞാൻ കുറച്ച് ചോറും പരിപ്പല്ല ചെറുപയർ കറിയാണ് വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ കബാബ് വാങ്ങാമെന്ന്. ഐ മീൻ ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 കഷ്ണം ഉണ്ടാവുമായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് കുറച്ച് ചമ്മന്തി പൊടിയാട്ടോ അമ്മയാക്കി തന്നെ. ഇതാണ് എൻ്റെ കറി. ഇതാണ് വരുമ്പോൾ വാങ്ങിയ കബാബ്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.